എല്ലാവരും കാത്തിരിക്കുകയാണ്. യസ്രിബിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോയ പലരും തിരിച്ചു വന്നിട്ടില്ല. കാരണം അതിൽ പലരും മരണപ്പെട്ടിരിക്കുന്നു. ഖുറൈശികളുടെ പ്രധാനപ്പെട്ട തലവന്മാർ വരെ അതിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉത്തുബത്ത്, ഷമത്ത്, ഉമയ്യത്ത്, അബൂജഹല് എന്നിവ പ്രധാനപ്പെട്ട ഖുറൈശികളുടെ പ്രധാന നായകന്മാർ. അവരെല്ലാവരും മരണപ്പെട്ടു പോയിരിക്കുന്നു. സൈനബ അവിടുത്തെ പ്രിയതമനെ കാത്തിരിക്കുകയാണ്. ഇതുവരെ പ്രിയതമൻ എത്തിയിട്ടില്ല. അവിടുന്ന് പേടിച്ചുകൊണ്ട് തിരിച്ച് ഖുറൈശയിലേക്ക് എത്തിയവരുണ്ട്. അതിലൊന്നും അബുൽ ആസ് തങ്ങളില്ല. വന്നവരോടെല്ലാം സൈനബ ബീബി ചോദിക്കുകയുണ്ടായി, എന്റെ പ്രിയതമനെ കണ്ടോ? എന്റെ പ്രിയതമൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയുണ്ടായി, മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്റെ പ്രിയതമനില്ല. ആ ഒരു വാർത്ത കേട്ട് സൈനബ ബീവിക്ക് ആശ്വാസമായെങ്കിൽ പോലും അവിടുന്ന് കരുതുകയുണ്ടായി, ഇതുവരെ വന്നതിൽ അബുല്ലാസ് തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുന്ന് എന്തായാലും എൻ്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നേനെ. കാരണം ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകും. എൻ്റെ ഉപ്പയുടെ അടുത്തേക്കാണ് യുദ്ധത്തിന് വേണ്ടി പോയതെങ്കിലും അവിടുന്ന് എൻ്റെ പ്രിയ ഭർത്താവല്ലേ, എൻ്റെ പ്രിയതമനല്ലേ. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞാണ് അറിഞ്ഞത്, അബുൽ ആസിനെ മുസ്ലിമീങ്ങൾ ബന്ദിയാക്കിയിരിക്കുന്നു. അവർ യസ്രിബിലേക്ക് അബുല്ലാസിനെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രിയ ഭർത്താവിനെ അവർ എന്തു ചെയ്യും? അവർ അബുല്ലാസിന്റെ തല വെട്ടിക്കളയുമോ? അതോ അബുൽ ആസിനെ വിൽക്കാൻ വേണ്ടി ചന്തയിലേക്ക് കൊണ്ടുപോകുമോ? അതോ ക്രൂരമായി മർദ്ദനത്തിന് അടിമയാക്കുമോ എന്നെല്ലാം സൈനബിന് പേടിയായി തുടങ്ങി. ക്രൂരതകളുടെ കണക്ക് നോക്കിയാൽ ഒന്നും ആവില്ല എന്നറിയാം. പക്ഷേ അവിടുന്ന് എൻ്റെ ഭർത്താവാണ്, എനിക്ക് അദ്ദേഹത്തിനെ വേണം. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കുമല്ലേ, അവിടുത്തെ മരുമകനല്ലേ എന്നെല്ലാം സൈനബ ബീവി മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണ്. സൈനബിന് ഉപ്പയുടെ അടുത്ത് ചെന്നുകൊണ്ട് കരഞ്ഞ് അപേക്ഷിക്കണമെന്നുണ്ട്, എൻ്റെ പ്രിയ ഭർത്താവിനെ വിട്ടുതരൂ എന്ന് പറഞ്ഞ്. പക്ഷേ അവിടുന്ന് മനസ്സ് വരുന്നില്ല. കാരണം ഉപ്പ സത്യസന്ധനാണ്. അവിടുന്ന് ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു ത്യാഗവും ചെയ്യില്ല. അവിടുത്തെ കൂട്ടുകാരുമായി ആലോചിച്ചേ എന്തും ചെയ്യൂ. പക്ഷേ ഇപ്പോൾ ഉപ്പയുടെ അടുത്തേക്ക് ചെന്ന് കരഞ്ഞാൽ അവിടുത്തെ നാണം കെടുത്തലായി പോകുമല്ലോ. എൻ്റെ ഭർത്താവിന് വേണ്ടി അതും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ മൗനം പാലിക്കാം, അവിടുന്ന് ഒന്നും ചെയ്യില്ലായിരിക്കും എന്നൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് അവിടുന്ന് വീട്ടിൽ തന്നെ ഇരിക്കുകയുണ്ടായി. അവിടുന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ടാവും, എൻ്റെ ഉപ്പയല്ലേ, അവിടുന്ന് ഒന്നും ചെയ്യില്ലായിരിക്കും.